നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത്, അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, നമ്മളിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇങ്ങനെ തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ DD4 എന്ന ഒരു ചാനൽ നമ്മൾ തിരിച്ച് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കാലത്ത് 11:30 തോന്നുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ നമുക്ക് കഴിയും. അത് കൂടുതലും ശ്രീ പ്രേം നസീർ, അടൂർ ബാസി കൂട്ടുകെട്ടിലുള്ള സിനിമകളായിരിക്കും. അങ്ങനെ ഞാൻ ഒരുപാട് ഈ പഴയകാല സിനിമകൾ കണ്ടിട്ടുണ്ട്. പ്രേം നസീറിന്റെ, സത്യൻ മാഷിന്റെ, മധുസാറിന്റെ, ഇവരുടെ എല്ലാം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ മനുഷ്യനോട്, ഈ പ്രേം നസീറിനോട് എനിക്ക് വല്ലാത്ത ഒരു ആരാധനയായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റൊക്കെ വന്ന സമയത്ത് ഏഷ്യാനെറ്റും സൂര്യയും ഉച്ചയ്ക്ക് സിനിമ കാണിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് സിനിമ കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഏകദേശം ഉച്ചയ്ക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമയം സൂര്യ ടി വിയിലെ ലോകമൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്, തട്ടി പറക്കണതും. അങ്ങനെ ഒരുപാട് നസീർ സിനിമകൾ കണ്ടിട്ടുണ്ട്. അന്ന് ഈ പഴയകാല സിനിമകൾ ഒരുപാട് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഈ നസീർ എന്ന വ്യക്തിയോട് എനിക്ക് വല്ലാത്ത ഒരു ആരാധനയായിരുന്നു. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മനുഷ്യൻ നമ്മളെ വിട്ടു പോയിട്ട് കുറേ നാളായി എന്ന്. എനിക്ക് വല്ലാത്ത ഒരു ഇഷ്ടമുള്ള ഒരു നടനാണ് ശ്രീ പ്രേം നസീർ. ഏത് റോളും വലിയ മേക്കപ്പ് ഒന്നും വ്യത്യാസമില്ലാതെ, കോളേജ് കുമാരനായാലും പോലീസായാലും CID ആയാലും ഏത് റോളും വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഫേസിന്റെ രൂപമാറ്റം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിത്യഹരിത നായകനാണ് ശ്രീ പ്രേം നസീർ. ഇപ്പോഴും എനിക്ക് പ്രേം നസീറിന്റെ പല സിനിമകളും ഓർമ്മയുണ്ട്. അരക്കള്ളൻ, മുക്കാക്കള്ളൻ, CID നസീർ, ലങ്കാദഹനം, എത്ര നസീർ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമവാർഷികമാണെന്ന് ഓർത്തപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി.